ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണികണ്ഠൻ സാറിൻ്റെ വീട്ടിലാണ്. സാർ ഇപ്പം നമുക്ക് വേണ്ടി 4 സ്പെഷ്യൽ ഡിഷസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സാറിൻ്റെ മിലിറ്ററിയിലെ എക്സ്പീരിയൻസസും അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നും പിന്നെ അതൊക്കെ നമുക്കിപ്പോൾ ചോദിച്ചറിയാം. ഹലോ സാർ. ഹലോ. ആൻഡ് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? അതിന് മുമ്പ് സാറിൻ്റെ എക്സ്പീരിയൻസസ്, അതായത് മിലിറ്ററിയിലാണല്ലോ. 17 കൊല്ലം മിലിറ്ററിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് മറ്റേ ടെലിഫോൺസിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ പോലീസിൻ്റെ ഹോംഗാർഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. സോ ഭയങ്കര ധീരനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഫുഡിലെ കാര്യങ്ങൾ, അതായത് കുക്കിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ എന്തായാലും സാറിൻ്റെ മിലിറ്ററിയിലെ എക്സ്പീരിയൻസസ് ഒന്ന് പറയാം. മിലിറ്ററിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓഫീസ് സർവീസിലെല്ലാം നിന്നുണ്ട് അതിൻ്റെ കണ്ടുപിടിച്ച എക്സ്പീരിയൻസ് ഉള്ളൂ. കൂടുതലല്ലേ അവിടെ സഹായിച്ചു കൊടുത്തിട്ടും പിന്നെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള അല്ല കൂടുതൽ ഇതൊന്നുമില്ല. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് ബട്ടോറിയാണ്. ഓക്കെ. ഇതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയണം. സാറിൻ്റെ 2 മക്കളുണ്ടല്ലോ, ആതിരയും ആരതി. ഇവർ 2 അടുത്ത് ഞാൻ ചോദിച്ചു അച്ഛനാണോ അമ്മയാണോ കുക്കിംഗ്. അപ്പോൾ ആദ്യം പറഞ്ഞ 2 പേരും നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു അച്ഛൻ്റെ കുക്കിംഗ് ആണ് ഇഷ്ടം, ബിക്കോസ് അച്ഛൻ്റെ കുക്കിങ്ങിൽ ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആ വെറൈറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ആദ്യം ബട്ടോറിയാണ്. ഇതിന് മൈദയാണ് എടുക്കുക. ഓക്കെ. മൈദേൻ്റെ ഒപ്പം മുട്ടേൻ്റെ വെള്ളം, പിന്നെ തൈര്, പിന്നെ വെളിച്ചെണ്ണ. ആദ്യം മൈദൻ്റെ ഒപ്പം മുട്ടേൻ്റെ വെള്ളം. ഓക്കെ. യെല്ലോ വേണ്ട. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുള്ളൂ. പിന്നെ തൈര്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് രാവിലെ കുഴച്ച് വെക്കണം. അതായത് വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ രാവിലെ ഏകദേശം അതാണ് ബട്ടൂരയുടെ ഒരു സ്പെഷ്യാലിറ്റി. പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു 4 മണിക്കൂർ മിനിമം 4 മണിക്കൂറെങ്കിലും അതിന് മുൻകൂട്ടി നമ്മൾ അതിന് ഇതാക്കി വെക്കണം. മിനിമം 4 മണിക്കൂറെങ്കിലും. ഓക്കെ. അപ്പോൾ ഇത് അങ്ങനെ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ അളവുകളൊന്ന് പറയാമോ? ഇതിന്റെ അളവ് ഇപ്പോൾ 2 കപ്പ് ആണെങ്കിൽ ഒരു 2 ടീസ്പൂണ് തൈര്, ഒരു കോഴിമുട്ടേൻ്റെ വെള്ള, കുറച്ച് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ പാകത്തിന് വെള്ളം. ഓക്കെ. അപ്പം ഇത്രയും അളവിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ എത്ര ബട്ടൂര ഉണ്ടാക്കാം? ഇതിനിപ്പോൾ ഒരു 10-20 ഉണ്ടാക്കാം. ഓക്കെ. ഇത് നേരത്തെ കുഴച്ച് വെച്ചേക്കണം എന്നാണ് പറയുന്നത്. 4 മണിക്കൂർ മിനിമം വെച്ചിരിക്കണം. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയോ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെയോ അല്ല, ബട്ടൂരയാണ്. ആ പേരിന്ന് തന്നെ മനസ്സിലാക്കി എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. പിന്നെ ആദ്യം നമ്മൾ ചീഞ്ചട്ടി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ കുറച്ച് ചൂടായതിനു ശേഷം നമ്മൾ അത് കുഴച്ചത് പരത്തി അതിൽ ഇടുകയാണ്. ഓക്കെ. സോ ഇതിങ്ങനെ നീളത്തിൽ വരണം അല്ലേ? ഓക്കെ. എണ്ണ ചൂടായി. ഇത് നമുക്ക് എണ്ണയിലേക്ക് പതുക്കെ ഇടുവാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ചന ആണ്. അതായത് എന്തായാലും നമ്മൾ ചന ബട്ടൂര ആണല്ലോ ഉണ്ടാക്കുന്നത്. ചോല ബട്ടൂര എന്നാണ്. ചന നമ്മുടെ നാട്ടില് ചന എന്ന് പറയും. ചോല എന്നാണ് ശരിക്കും അതിന്റെ പേര്. ചോല ബട്ടൂര എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത് ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് നമ്മുടെ വലിയ കടല, കാബൂളി കടല എന്ന് പറയും. കാബൂളി ചന. പിന്നെ നമ്മളിത് വേവിക്കണം. ഓക്കെ. ഇപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് വേവിച്ചതിന് ശേഷം നമ്മൾ തക്കാളി ഇതൊക്കെ കൂടിയിട്ട് നല്ല വരട്ടിയിട്ട് അതിലിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? അതെ. അപ്പൊ ഇനി എന്താണ്? വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഒഴിക്കണം. तेल डालना. അത് കഴിഞ്ഞിട്ട് നല്ല ഹോട്ട് होना है. അപ്പോൾ ഇങ്ങനെ ആവി आता है. उसके बाद राई डालो. കടുക് डालना. പൊട്ടുന്നതിന് എന്താ ഹിന്ദിയിൽ പറയുന്നത്? टूट जाता है. അപ്പോൾ ഇനി നമ്മുടെ റായി टूट राई डाल दिया. उसके बाद हरा मिर्ची. മിർച്ചി എനിക്കറിയായിരുന്നു കേട്ടോ. ഇഞ്ചിനെ എന്താ പറയുന്നത്? ഇഞ്ചി അദറക്. എന്താ? അദറക്. ചേട്ടൻ സംഭവം തന്നെ കേട്ടോ. ഇതൊക്കെ അറിയാലോ. ഞാൻ ഓക്കെ. ഇത്രയും മതി. വെളുത്തുള്ളി ലെസ്സിൽ എത്ര ഇടുന്നു? കുറച്ചുകൂടി ഇട്ടോളൂ. അപ്പോൾ വെളുത്തുള്ളി നമ്മളപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. ഉള്ളി
ഇത് സവാളയല്ലേ? സവാള. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 1 2 3 അങ്ങനെ 3 ഡാലോ. അപ്പൊ ഇനി കുറച്ച് തക്കാളി, ടൊമാറ്റോ. ഹിന്ദിയിലും ടൊമാറ്റോ എന്നാണ് അവർ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്തത് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കടുക് പൊട്ടിച്ചു, പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു. അതെല്ലാം ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ടു. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, അതെല്ലാം 1/2 ടീസ്പൂൺ വീതം ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളി 1 2 3 സ്പൂൺസ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ തക്കാളി 2 സ്പൂൺസ് ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഇനി നമ്മൾ ചെയ്യണം മസാല. അപ്പോൾ ആദ്യമായി മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തുതരാം ചേട്ടാ. എന്ത് മസാല ചേട്ടാ? ഉപ്പിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഓക്കെ. മുളക് പൊടി. ഇത് ഗരം മസാല അല്ലല്ല, മല്ലിപ്പൊടി. അപ്പോൾ ഇതായിരിക്കുമല്ലോ ഗരം മസാല. ഗരം മസാല ആദ്യം കുറച്ചിടുക, പിന്നെ ഇറക്കി വെക്കുമ്പോൾ കുറച്ച് കൂടുതലിടുക. ഓക്കെ. ഇനി മസാല നമ്മുടെ അത് മതി, അത് വേണ്ടേ? ഓക്കെ. ലാസ്റ്റായിട്ട് നമുക്ക് ഇട്ടിട്ട് വെച്ചിരിക്കും. ആദ്യം നല്ലപോലെ ഒന്ന് ഇളക്കുക. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചെന. എന്നിട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഇനി കുറച്ച് ഇതിൻ്റെ മസാല. ഇനിയാണ് നമ്മൾ ചെന മസാല ഇടുന്നത്. ഇത് എത്ര ഇടുന്നത്? അതൊരു ടീസ്പൂൺ ഇട്ടു. 1 ടീസ്പൂൺ അല്ലേ? ഓക്കെ. പാകം നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോലയായി. അപ്പോൾ ചോലയിൽ ഇനി പിന്നെയും നമ്മൾ കുറച്ചും കൂടി ചോല മസാല ഇട്ടു. ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം ലാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഇനി ഒന്നും കൂടി ഇളക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ഇത് ചിലത് ഇതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് മെല്ലതാക്കി കൊടുത്താൽ അതൊന്ന് ചതഞ്ഞോളും. ചതയണം. ഓക്കെ. എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ കൊതി വരുന്നു. ഡിഷായി. അപ്പോൾ ചോല ഇസ് റെഡി. ഇനി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഡിഷുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഇനിയും ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നില്ല, ഇനി 2 ഒന്നും കൂടി ഉണ്ടാക്കുന്നു. അതെന്തൊക്കെയാണ്? അതൊന്ന് മറ്റേ ഗുപ്ത എന്ന് പറയും. എന്തായാലും നമ്മുടെ ചന്ന റെഡിയാണ്. നല്ല സ്മെൽ, ഒരു സൂപ്പർ സ്മെൽ ഇസ് കമ്മിങ്. ചെറുതായിട്ട് അലങ്കരിക്കും. സ്മെല്ലിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? നല്ല സ്മെല്ലിന് ഒരു ഗംഭീർ സ്മെൽ ആത്താ ഹൈ. So it's really, I mean, നമ്മുടെ ബട്ടൂരയും ചന്നയും. ഓക്കെ, ഇറ്റ്സ് എ റിയലി നൈസ് കോമ്പിനേഷൻ. ചോല ബട്ടൂര നമ്മൾ പറയുന്ന രീതി. ചേട്ടാ ഒന്നും കൂടി പറഞ്ഞു ചേട്ടാ. അല്ല അങ്ങനെയല്ല, ചോല ബട്ടൂര. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ കഴിച്ചാലേ ഇതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിഷിലേക്ക് വെക്കണം. അങ്ങനെ ശുഭകരമായി നമ്മുടെ ചോല ബട്ടൂരയുടെ ടേസ്റ്റിംഗ് നടന്നു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുപ്ത. ഇതിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ഹിന്ദിയിൽ എന്താ പറയുന്നത്? ലോക്കി. ഓക്കെ. ലോക്കി മലയാളത്തിൽ ചൊരങ്ങ. ഓക്കെ. ഇതിന് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ കടലപ്പൊടി, ലോക്കി, പിന്നെ കടലപ്പൊടി. ഇതിൽ പിന്നെ എന്താ വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളം നനവുള്ളതുകൊണ്ട്. കടലമാവ് ഇത് എത്രയാണ്? കടലമാവ് ഏകദേശം അതിന് കുഴച്ച് കിട്ടാൻ പാകത്തിൽ നമ്മൾ കുറച്ച് ഡ്രൈ ആവണ പോലെ തോന്നിക്കണം അല്ലേ? ഓക്കെ. ഒരു 2-2.5 ടീസ്പൂൺ ഇട്ടു.
ഇത് വറുത്ത് വെച്ചതിന് ശേഷം നമ്മൾ വേറെ ചട്ടിയിൽ നമ്മൾ മസാലകളൊക്കെ ഇട്ട് പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലി സോക്സ്, സോയാ സോക്സ് എല്ലാം കൂടി ഇട്ട് നല്ല ഗ്രേവി പോലെ ആക്കും. എന്നിട്ട് അതിലിട്ടിട്ട് വറുത്ത സാധനം അതിലേക്ക് ഇട്ടിട്ട് നമ്മളുണ്ടാവും. ഞാനാണിത് കോരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ ഉരുണ്ടയാക്കിയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതായി. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിനി പാത്രത്തിൽ മാറ്റുവാണ്. ഇതുപോലെ നമ്മൾ ഇത് മുഴുവൻ ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി കളിക്കും. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഗ്രേവി. ഓക്കെ, കൂൾ. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാരിയൽ കത്തേൽ. അത് എത്രയാണ്? 2 ടീസ്പൂൺ. കടുക് ഒരു ടീസ്പൂൺ. ഓക്കെ, മെയിനായിട്ട് കടുക് ഇട്ടു. പിന്നെ അത് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണല്ലേ? പൊട്ടിത്തെറിക്കുന്നു. അതേപോലെ ജിഞ്ചർ. വെളുത്തുള്ളി എത്ര ഇട്ടത്? ഒരു ടീസ്പൂൺ. ഇഞ്ചി 1 ടീസ്പൂൺ. അതേപോലെ ഇത് മുളക്, ഉള്ളി ഒരു 4 സ്പൂണോളം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടത് വെളിച്ചെണ്ണ, പിന്നെ ജിഞ്ചർ, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ടു. 1 സ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ. കാരണം മറ്റേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കൊണ്ട് കൂടുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി കുറച്ച്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചിട്ടാൽ മതി. കാരണം ചില്ലി സോക്സിലും മറ്റേ ഇന്ന് നമ്മൾ സോസ് ഒഴിക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഓക്കെ, നമ്മളിപ്പോൾ ഇട്ട മസാല ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് കടുകിട്ട്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ കൂടിയിട്ട് ഒരു ഗ്രേവി പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവി പോലെ ആക്കി. കുറച്ച് തിളച്ച് വരുമ്പോൾ അതിൽ സോയാ സോസ് കുറച്ച് ഒഴിക്കുക. ഏകദേശം 1 ടീസ്പൂൺ കൂടെ. 1 ടീസ്പൂൺ സോയാ സോസ്, ചില്ലി സോസ്, അതേപോലെ തന്നെ ടൊമാറ്റോ സോസ്. ഇത് ഇനി തിളച്ച് വരുമ്പോൾ ഇത് ഇതിലേക്ക് ഇടുക. ഓക്കെ, നമ്മളിതിൽ കുറച്ച് ഗരം മസാല ഗരം മസാല ഒരു ചെറിയ സ്പൂൺ. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇതിന് നമ്മളിപ്പോൾ പേരിട്ടെന്ന് കടായി ഗുപ്ത. അല്ലെങ്കിൽ വേണ്ട. വിത്ത് റെസ്പെക്ട് സർ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതലങ്ങ കൊണ്ടുള്ള ബർത്തയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതിനെ നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോവാണ്. ഇതിനെ വെടിവെക്കും. ഇതായി. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി തൊലി ഇത് എങ്ങനെയാണ് ചുടുന്നതെന്ന് കാണിച്ചു. ഇനി അതിന്റെ തൊലി കളയുമ്പോൾ എന്താ പറ്റുക? നമ്മൾ ഇനി തൊലി കളഞ്ഞ് അതിൻ്റെ അകത്തുള്ളതാണിത്. ഓക്കെ, അപ്പൊ അകത്ത് ഓൾറെഡി ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, നല്ല ഓക്കെ. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് ചീഞ്ചട്ടിയിൽ ഗ്രേവി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ പൊള്ളിച്ചെടുത്തിട്ട് അതിന്റെ തൊലി കളഞ്ഞു, ഉടച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവാം.
ഇട്ട മസാലകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇട്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് ഇട്ടത്. ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളിത് ഈ ഉടച്ചു വെച്ചത് അതിൽ മിക്സ് ആക്കണം. ഓക്കെ. അങ്ങനെ നമ്മുടെ 4ാമത്തെ ഡിഷും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തീർത്തു. ടേസ്റ്റ് പണി പാക്കലാം. സ്മെൽസ് ഗുഡ്. പെർഫെക്റ്റ്, കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാം. അങ്ങനെ മോഹൻലാൽസ് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 4 വെജിറ്റേറിയൻ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരുന്നു ഉണ്ടാക്കിയത്. എന്തായാലും എല്ലാം സക്സസ് ആയിരുന്നു സർ. താങ്ക് യു സോ മച്ച്. സാറിൻ്റെ ഫാമിലീനെ എനിക്കൊന്ന് പരിചയപ്പെടണം. സാറിൻ്റെ മക്കളെ ഒന്ന് വിളിക്കണം. ഇതാണ് സാറിൻ്റെ ഫാമിലിയാണ്. ഒരു മോളും കൂടിയില്ലേ സർ? ഒളിച്ചിരിക്കുകയായിരുന്നു. സാറിൻ്റെ ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ആതിര, ആരതി, ഗീത. അപ്പോൾ ഇവരാണ് സാറിൻ്റെ ബ്യൂട്ടിഫുൾ ഫാമിലി എന്ന് പറയുന്നത്. ഇതൊരു വലിയ ഫാമിലിയാണ് സാറിൻ്റെ ഫാമിലി. ഇത് ഇത്രയും പേര് ഇവിടെ ഇത്രയും നേരം ഞങ്ങളിവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെ ഇരുന്ന് കൊതി വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്.